അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറി എന്നാന്ന് വെച്ചാൽ പഞ്ചാബി ദാബ പനീർ കറിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്നാൽ ഒരു ഇച്ചിരി ഉണ്ട് കേട്ടോ. പഞ്ചാബി ബേസിക്കലി ഈ പറയുന്ന കൂട്ട് ഇച്ചിരി നെയ്യും ബട്ടറും കൊണ്ടുള്ള കളി അവർക്ക്. എന്നാ പറയുന്നത്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽ അല്ല അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഈ കടുകെണ്ണയൊക്കെ. അതൊന്നും നമുക്ക് പിടിക്കുകയില്ല. അന്നേരം പിന്നെ ഞാൻ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി നെയ്യാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നെയ്യേലുണ്ടാക്കാം എന്നും പറഞ്ഞു വെച്ചാൽ അതിന് വ്യത്യാസമില്ല, സ്വാദ് കൂടുകയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നെയ്യ് ചെയ്താൽ ഇച്ചിരിയും കൂടി എന്നാ പറയുന്നത്, കടുകെണ്ണയെക്കാട്ടിലും കുറച്ചും കൂടി ഇച്ചിരി എന്നാ പറയുക ടേസ്റ്റ് ഇച്ചിരി കൂടുതലാണേ. അന്നേരം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നെയ്യ് കാണുകയല്ലേ, അപ്പോൾ ആദ്യം എന്നാ ചെയ്യണം, ഇച്ചിരി നെയ്യ് എടുക്കുക. പിന്നെ വേണ്ടിയ സ്പൈസസ് ആണ് ഏതൊക്കെയാണെന്നോ, കുറച്ച് പട്ട വേണം, പിന്നെ ഒരു ഇച്ചിരി ഗ്രാമ്പൂ വേണം, പിന്നെ കുറച്ച് പട്ടയുടെ ഇലയാണ്, പിന്നെ ഇച്ചിരി കുരുമുളക്, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇത്രയാണ് സ്പൈസസ് വേണ്ടിയത്. അപ്പം അത് ഐറ്റം നമ്പർ 1 എന്ന് എഴുതിക്കോ. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള, അത് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടിയെ, പിന്നെ ഇതിനും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാൻ പോകുന്നേ ഉള്ളൂ, ഇച്ചിരി നല്ല തൈര് വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് അരച്ചേക്കുക, അതാകുമ്പോഴത്തേന് ഇച്ചിരി കൊഴുപ്പ് കിട്ടുവേ. പിന്നെ ഇച്ചിരി ഉപ്പില്ലേൽ കറിക്ക് എന്നാ സ്വാദല്ലേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല, അത് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന തന്നെ മതിയേ. പിന്നെ ഒരു ഇച്ചിരി കസൂരി മേഥി, പിന്നെ ഒരു ഇച്ചിരി പനീർ. പിന്നെ ഇത് ഇത്രയും ബട്ടറൊന്നും ഇടുകയില്ല, ഒരു 2 ക്യൂബേ ഇടത്തുള്ളൂ, ഇട്ടില്ലേലും അത്യാവശ്യമൊന്നുമില്ല. ഇതിന് ഇച്ചിരി നേരെ എടുക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ ആ വഴറ്റുവേലേ എല്ലാം ഈച്ച് ആൻഡ് എവറി ഇൻഗ്രീഡിയൻസ്, അതായത് ഓരോ ചേരുവകൾ ചേർക്കുമ്പോഴും ഈ കറിക്ക് മാത്രം ഒരു ഇച്ചിരി ക്ഷമ വേണം. എന്നാന്ന് വെച്ചാൽ ഉള്ളി മൂപ്പിക്കുമ്പോഴത്തേന് അത് നല്ലതായിട്ട് വാടി കിട്ടണം, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് മൂക്കണം, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചേർക്കത്തുള്ളൂ. പിന്നെ ഈ ഓരോന്ന് ചേർക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യം ചേർക്കുന്ന നെയ്യില്ലേ, അതിങ്ങനെ നമ്മൾ എണ്ണ തെളിയുവാന്ന് പറയുകയില്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതിങ്ങനെ തെളിഞ്ഞ് വരുന്ന അനുസരിച്ച് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമില്ല. അത് തന്നെ ഒരു മെനക്കേടാല്ലേ, ഈ മെനക്കെട്ട അടുപ്പിൻ്റെ മൂട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടാ. പിന്നെ എന്നാ രുചിയുള്ള ഒരു കറി തിന്നാൻ ഒക്കുകയല്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇന്ന് വൈകിട്ട് ഡിന്നറിന് ഇങ്ങനെ ആക്കാം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ക്ഷമയോടുകൂടി നല്ല രുചിയുള്ള ഒരു ആഹാരം ഉണ്ടാക്കിക്കോ. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കുവാന്നേ. നെയ്യുടെ അളവൊക്കെ പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒത്തിരി പട്ട ഇടണ്ട, ഒരു എന്നാ പറയുന്നത്, ഒരു ഇച്ചിരി ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പട്ട കുത്തും, അതുകൊണ്ട് ഒത്തിരി കുത്തിക്കേണ്ട, ഒരു ഇച്ചിരി ഇട്ടാൽ. പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, പട്ടയുടെ ഇല പച്ചയാന്നേലും കുഴപ്പമൊന്നുമില്ല, ഒരു 2 ഇല അങ്ങോട്ട് കീറി ഇട്ടേച്ചാൽ മതി. പിന്നെ ഒരു 3-4 ഇല കേട്ടോ, ഇച്ചിരി നമ്മുടെ ഈ കയ്യിൽ വരുന്ന അത്രയും കുരുമുളക്, പൊടിച്ചതല്ല, തനി കുരുമുളകാ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വറ്റൽമുളകൊക്കെ നമ്മളത് എന്നാ പറയുന്നത്, കടുക് വറുക്കുന്ന കൂട്ടാന്നേ. 1, 2, 3, 4 എത്രയാന്ന് വെച്ചാൽ. ഇതങ്ങോട്ട് പൊട്ടി തുടങ്ങുമ്പോഴത്തേന്, പൊട്ടുക എന്ന് പറഞ്ഞാൽ ഗ്രാമ്പും ഒന്ന് എന്നാ പറയുന്നത്, അത് ഈ കടുക് പൊട്ടുന്ന കൂട്ട് 1-2 എണ്ണം അങ്ങോട്ട് പൊട്ടുവേ. അത് കഴിഞ്ഞേച്ച് നമ്മുടെ ഉള്ളി ഇതിനകത്ത് ഇടുക.
ഇനിയാന്നു ഇതിൻ്റെ ജോലി എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളി ചേർത്തേക്കുക. ഇനി ഈ ഉള്ളി എന്ന് പറയുന്നത് നല്ലോണം ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കും. അതും ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം ചേർത്ത നെയ്യില്ലയോ അതങ്ങോട്ട് തെളിയാൻ തുടങ്ങുമ്പോഴത്തേനെ അടുത്തത് ഞാൻ ചേർക്കത്തുള്ളൂ. അതിപ്പോൾ മഞ്ഞൾപ്പൊടി ആയാലും തക്കാളി ആണെങ്കിലും ഏതായാലും ഓരോ ഇൻഗ്രീഡിയൻസും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഫുൾ പോകണം. ഇപ്പോൾ ഉള്ളിയിലെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോകണം. നമ്മൾ ചേർക്കുന്ന ഈച്ച് ആൻഡ് എവറി ഇൻഗ്രീഡിയൻറ്റിൻ്റെ കംപ്ലീറ്റ് വാട്ടർ കണ്ടൻറ്റ് പോയാൽ മാത്രമേ നെക്സ്റ്റ് ഐറ്റം നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഉള്ളിയുടെ ഒന്ന് കളയാവേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടെ തന്നെ അതിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റ് പോകണം. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് അധികം നേരം ഒന്നും എടുക്കുകയില്ല, അതൊരു ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. ആ ഇഞ്ചിയും വെളുത്തുള്ളി ആന്നേലും ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം. അതെന്താണെന്നറിയോ, നമ്മളിപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ആ മതി ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുവാന്നേൽ ആ കറിയുടെ സ്വാദങ്ങ് മാറുവേ. ഇനി നമ്മൾ ഈ കറി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ടേ അതിനൊരു ഇച്ചിരി ക്ഷമ വേണമെന്നൊക്കെ പറഞ്ഞ് ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു ഇച്ചിരി തീയൊക്കെ കുറച്ച് വെച്ചേച്ചൊക്കെ നമുക്കത് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. ആ നേരം നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിൻ്റെ കാര്യം പറയാവേ. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ നമ്മളെ ഈ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒത്തിരി പേരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് നമ്മളും ഒത്തിരി ചിരിക്കാൻ പോവുക. അത് വേറെ ആരുമല്ല കേട്ടോ വരുന്നത്, കലാഭവൻ പ്രചോദും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ടീച്ചറായിരുന്നു. അന്നേരം ആ ടീച്ചറിൻ്റെ ഒക്കെ ഒരു എന്നാ പറയുന്നത്, നമ്മൾ ടീച്ചറെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ബേസിക്കലി അറിയാൻ മേല എന്നതാ ഒരു ടീച്ചറിന് മുന്നേ ചെന്ന് ഒരു കുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആവുമോ എനിക്കെന്നുള്ളത് അറിയാൻ മേല. പക്ഷേ എന്നാ പറയുക, കണ്ടു തന്നെ പറയാം അല്ലേ. ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഇട്ടേക്കുന്ന ചേരുവകളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. ഇതിനോട്ടും കൂടെ ഒന്ന് ശ്രദ്ധ വേണം. ഇനി നമുക്ക് ക്ഷമയോടുകൂടി ഈ കറി ഒന്ന് ഉണ്ടാക്കി വെച്ച് ബാക്കി വിശേഷം പറയാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇച്ചിരി അതിങ്ങനെ മൊരിഞ്ഞു വരുന്നതായിട്ട്, അതായത് കുറച്ച് ക്രിസ്പി ആയിട്ട് വരുവേ. ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് മൂത്തു. ഇനിയാന്നു ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിക്കാണെങ്കിൽ അധികം സമയമൊന്നും എടുക്കുകയല്ല മൂക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി വേഗമാവും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ തൈര. തൈരിലെ കംപ്ലീറ്റ് വെള്ളവും വറ്റി നമ്മുടെ നെയ്യ് ഒന്ന് തെളിയണം, അത്രയും നേരം എടുക്കുവേ. നമ്മൾ തൈരിലെയും വെള്ളം എല്ലാം വറ്റിയേക്കുക, നമ്മുടെ നെയ്യ് തെളിഞ്ഞു വന്നേക്കുക. ഇനിയാന്നു ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ ചേർക്കാൻ പോകുന്നത്. ഈ ടൊമാറ്റോ ചേർക്കുവാന്നേലും ഈ പറഞ്ഞ കൂട്ട് തന്നെ ടൊമാറ്റോ നല്ലോണം അതിനകത്തോട്ട് വെന്ത് ചേർന്ന് ആ എണ്ണ തെളിയുകയും വേണം. ഇതും ഇതേപോലെ തന്നെ ആ ടൊമാറ്റോ ഫുൾ ഇതിനകത്തോട്ട് അലിഞ്ഞ് ചേർന്ന് ആ എണ്ണ നെയ്യ് അങ്ങോട്ട് തെളിയണം. എന്നാലും ആ നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ചേരുവകളിനകത്തും ടൊമാറ്റോ നല്ലോണം അതിനകത്തോട്ട് മാഷായി ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ചുമന്ന് കാണുന്ന എന്നാന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയാണ്, അത് അതിനകത്തോട്ട് ചേരുവയില്ല, അത് അങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ അതവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല, അതവിടെ കിടന്നോട്ടെ. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, തീ അങ്ങോട്ട് കുറച്ച് വെച്ചും നമ്മൾ ചേർക്കാനുള്ള പൊടിയെല്ലാം ചേർക്കണം. അന്നേരം പൊടി ചേർക്കുമ്പോഴത്തേന് തീ ഇച്ചിരി കുറച്ചില്ല എന്നുണ്ടെങ്കിൽ
പൊടിയെല്ലാം മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി മുളക് പൊടി എരിവ് അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ നിറച്ചാണ് ചേർക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിലേ ഞാൻ ചേർക്കുകയുള്ളൂ. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ജീരകപ്പൊടി. നമ്മൾ മലയാളികളല്ലേ, അന്നേരം ഒത്തിരി ജീരകമൊന്നും ഇഷ്ടപ്പെടുകയില്ല, എന്നാൽ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും വരണം. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി, അതൊരു 1/2 ടീസ്പൂൺ വെച്ചു. എന്നുവെച്ച് ഇതിനകത്തോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ആ മസാല പുരട്ടണേ. ഇനി നമ്മുടെ ആ ചേർത്തേക്കുന്ന പൊടിയില്ലയോ, അതങ്ങോട്ട് ഇച്ചിരി മൂക്കാനായിട്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒത്തിരി അല്ല, ഒരു ഇച്ചിരി. എന്നുവെച്ച് തീ കൂട്ടിക്കോ. ഇത് ഇച്ചിരി ഇവിടെ ഇരുന്നോട്ടെ, ഒരു ചെറിയ തീയേൽ. നമുക്ക് നെക്സ്റ്റ് എന്നാ ചെയ്യണമെന്നറിയാമോ? ഇത് മസ്റ്റ് ഒന്നും അല്ല, പക്ഷേ എന്നാലും നമുക്ക് ഈ പനീറുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ പനീർ വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ല നമ്മൾ വീട്ടിൽ നിന്നല്ല വെളിയിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിലും ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാന്നേലും ചില സമയത്തുണ്ടല്ലോ ഈ പനീർ ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ കറിക്കകത്തോട്ട് ഇടുമ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മസ്റ്റ് അല്ല, ചിലപ്പോൾ കട്ടിപ്പനീറാന്നേലും അങ്ങനെ തന്നെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ചേച്ചിട്ടാലുണ്ടല്ലോ അതങ്ങ് പൊടിയാതെ അതിനകത്ത് തന്നെ കിടക്കും. എന്നാൽ ഒത്തിരി മൂപ്പിക്കരുത്, അതങ്ങ് ഒത്തിരി ഹാർഡായി പോവും, കട്ടിയായി പോവും. അപ്പം നമുക്ക് ഇപ്പുറം ഇച്ചിരി പനീറൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു 2 ക്യൂബ് മതിയാവും. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും മതി കേട്ടോ. ഇന്നതൊന്നുമില്ല. ചേർത്തേക്കുന്ന ഈ മസാലയുടെയും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് എണ്ണ തെളിയണം. അന്നേരം അതവിടെ ഇരുന്നോട്ടെ. ഈ സമയം ഞാനിപ്പറേ നമ്മുടെ പനീർ ഒന്നിച്ചിരി മൂപ്പിക്കുക. ഒത്തിരി മൂക്കണ്ട, ഒന്ന് ബ്രൗണായി വന്നേച്ചാൽ മതി. ഇത് നമ്മൾ പനീർ ഉണ്ടാക്കുമ്പോഴത്തേനെ അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം വരുവേ. അതിനകത്ത് വെള്ളം വരും. അന്നേരം എന്നാ ചെയ്യേണ്ടത്, ചിലത് മേടിക്കുവാന്നേ വരുവല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ചിലതിന് നമ്മൾ എന്നാ പറഞ്ഞാൽ നമ്മൾ പനീർ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നല്ല കട്ടിപ്പാത്രം എടുത്ത് തന്നെ മേടി വെക്കുവാന്നേൽ ഇത്രയും വെള്ളം വരുവല്ല. വെളിയിൽ നിന്ന് ചിലപ്പോൾ മേടിക്കുവാന്നേൽ ഇച്ചിരി വെള്ളമൊക്കെ കാണും. അന്നേരം അതിനും വെള്ളമുണ്ട്. അന്നേരം ആ വെള്ളവും പറ്റിയേച്ച് അതൊരിച്ചിരി ബ്രൗൺ ആവണം. അപ്പോൾ ഈ സമയത്ത് ഇപ്പറയാന്നേൽ എണ്ണ തെളിഞ്ഞു തുടങ്ങി. അന്നേരം എന്നാ ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുമല്ലേ, അതിനകത്തോട്ട് ചേർക്കണം. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കടലമാവ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദ. ഇത് രണ്ടും സത്യം പറയാമല്ലോ രുചിയില്ല കേട്ടോ. അണ്ടിപ്പരിപ്പോളവും വരികയില്ല ബാക്കി രണ്ടും ചേർത്താൽ. എന്നുവെച്ചാൽ നമുക്ക് എത്രയാ ഗ്രേവി, അതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കൂട്ടാൻ ഒക്കുകയില്ല. ഇതൊരു ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. അന്നേരം നമുക്ക് എത്രയാ കറിയുടെ ആ തിക്നെസ് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്തോണം. ഇച്ചിരി ലൂസായിട്ട്, അതായത് നമുക്ക് വേണ്ടിയ കറിയുടെ ആ ഒരു തിക്നെസ് ഇല്ലേ, ആ കറിയുടെ തിക്നെസ്സിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി വെള്ളം ഒന്ന് കൂട്ടി ചേർത്തോണേ. പനീർ ഇത്രയും ബ്രൗൺ അയച്ചാൽ മതി, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുവുള്ളൂ ആ പനീർ കഴിക്കാനായിട്ട്. ഇനി ബാക്കി പനീർ ആ ചൂടായ പാനെ കിടന്ന് തന്നെ മൊരിഞ്ഞേച്ചാൽ മതി. നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നതുകൊണ്ടേ അത് നല്ല കുറുകി തന്നെ വരും. അന്നേരം ആ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചോണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തി, ഒരു ഇച്ചിരി ഉപ്പിട്ടാൽ മതിയേ. കാര്യം എന്നാന്ന് പറഞ്ഞുതരാം. നമ്മൾ ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ ഇത് അൺസോൾട്ടഡ് അല്ല, ഉപ്പുള്ളതാണ്. അന്നേരം അതിനും ഇച്ചിരി ഉപ്പുണ്ട്. പിന്നെ അന്നേരം എനിക്ക് ഒത്തിരി ഉപ്പിടാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമാണ്. അന്നേരം കറിക്ക് ഉപ്പില്ലേ രുചിയില്ല കേട്ടോ. ഇതാന്നേൽ ഇനി കുറച്ച് നേരം നമുക്ക് അടച്ചിട്ടേച്ച്
ആ എണ്ണ തെളിയുന്നിടം വരെ കിടന്നോട്ടെ. അന്നേരം പാനയിൽ അതേണ്ട പനീർ ഇത്രയും ബ്രൗൺ ആവാൻ പാടുള്ളൂ, അതിനപ്പുറം ബ്രൗൺ ആവുകയല്ല. അന്നേരം ഇതും ഇച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇടും. ഇട്ടേച്ച് കുറച്ച് നേരം അടച്ചിട്ട് ആ പനീറിലും കൂടെ ഇതൊന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് പിടിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു 50-50 ബേസിസ് വെച്ചോ. ആ കറിക്ക് ഒരു ഇച്ചിരി ഒരു ഗരം മസാലയുടെ ടേസ്റ്റ് വേണ്ടേ, അന്നേരം അത് ഇച്ചിരി ഒരു ഗരം മസാലയും കൂടി ഇട്ടേച്ച് പനീർ ചേർത്താൽ മതി. ഇനി ഞാൻ ഈ പനീർ ഇതിനകത്തോട്ട് ഇടുക. ഇനി ഇത് ഇച്ചിരി നേരം ഇവിടെ കിടക്കട്ടെ. അന്നേരം ഇത് മാത്രം പോരാ, ഇനി ഇതിനകത്തോട്ട് ഞാൻ അടയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഇട്ട കസൂരി മേത്തി ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നേ, അന്നേരം ആ മണം വരുന്നില്ല. എന്നാലും ഒരു ഇച്ചിരിയും കൂടി ഇട്ടേച്ച് ഒരു ക്യൂബ് ബട്ടർ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. അതായത് നമ്മുടെ പനീറും കറിയും എല്ലാത്തിനകത്തും കൂടെ ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യൂബ് ബട്ടർ ഇടും. എന്നേച്ച് നമ്മൾ വിളമ്പാൻ നേരം ഉണ്ടല്ലോ, ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി വെച്ച് ഒരു ക്യൂബും കൂടി ഇട്ടേച്ച് വേണം വിളമ്പാൻ. നാണാന്നു ഏറ്റവും ടേസ്റ്റ് കൂടുതൽ, അല്ലെങ്കിൽ ബറോട്ട അധികം നേരം ഒന്നും ഞാൻ പറയുവല്ല, അത് ചീത്തയാണെന്ന് അറിയാം. പക്ഷെ എന്നാലും നാണും ഈ പറഞ്ഞു കൂട്ട് എന്നെ ആകേടല്ലേ.